നമസ്കാരം, ടെക് ഫോർഗിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ബ്രഷ് കട്ടറിൻ്റെ വീഡിയോ വന്നിരിക്കുന്നത്. ഇന്ന് വർക്കിംഗ് സൈറ്റിൽ വെച്ചിട്ട് ബ്രഷ് കട്ടർ നിന്ന് പോവുകയും അതുകൊണ്ട് പണി മുടക്കിയിട്ട് തിരിച്ചു പോരേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ കാരണം ഞാനിവിടെ വ്യക്തമാക്കാം. ഈ ഹെഡിൻ്റെ ഈ കവറിൻ്റെ മുകൾ ഭാഗത്ത് 2 സ്ക്രൂവിൻ്റെ ഇടന്ന് ഓയിൽ ലീക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇഗ്നിഷൻ കോയിൽ കണക്ഷൻ കിട്ടാണ്ട് വരികയും കറണ്ട് ശരിയായ രീതിയിൽ കിട്ടാത്ത അവസ്ഥ വരികയും അതിൻ്റെ പേരിൽ ആണ് ഈ വയർ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അഴിച്ചു മാറ്റിയിട്ട് നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതിൽ ഒന്ന്, ഈ ബ്രഷ് കട്ടറിൻ്റെ ഹെഡ് കവറിന്മേൽ ലീക്ക് വരുന്നുണ്ട്, ഓയിൽ ലീക്ക്, അത് മാറ്റണം. അതുപോലെ തന്നെ ഇഗ്നിഷൻ കോയിലും ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഹെഡ് കവറിൻ്റെ ഈ കവർ അയച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഈ റബ്ബർ വാഷറിന് തേയ്മാനങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആകുമ്പോഴാണ് സാധാരണ രീതിയിൽ ഓയിൽ ലീക്കൊക്കെ വരാറുള്ളത്. സൈഡിൽ നിന്നൊന്നും ഓയിൽ ലീക്കില്ല, ആ സ്ക്രൂവിൻ്റെ അവിടെ മാത്രം ഓയിൽ ലീക്ക് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നല്ല രീതിയിൽ ഞാൻ ഡീസലിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുമ്മേൽ 3 ബോണ്ട് എന്നുള്ള ഒരു ബോണ്ട് തേക്കാം, അല്ലെങ്കിൽ അനാ ബോണ്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് ഓയിൽ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ ഇത് പരിഹരിക്കാൻ പറ്റും. ചെറിയ രീതിയിലൊക്കെ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ ഇത് പരിഹരിക്കാം. ഈ ബോണ്ട് ഉണങ്ങുമ്പോൾ ഒരു റബ്ബർ കോട്ടിങ്ങായി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് ചെറിയ ഓയിൽ ലീക്കൊക്കെ നമുക്ക് ഇത് പരിഹരിക്കാം. ഇതിൻ്റെ റബ്ബർ വാഷർ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ മാറി തന്നെ വേണം കേട്ടോ. ഇതിൻ്റെ ഈ ബോൾട്ടിൻ്റെ അവിടെ നിന്നാണ് മെയിൻ ലീക്ക് വരുന്നത്. അപ്പോൾ അവിടെ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇനി ഇഗ്നിഷൻ കോയിൽ ചേഞ്ച് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഈ സ്വിച്ചിൻ്റെ കണക്ഷനൊക്കെ പിടിച്ചിട്ട് ചെറിയ ലങ്കി ഉപയോഗിച്ചിട്ട് ഇഗ്നിഷൻ കോയിൽ നമുക്ക് അയച്ചെടുക്കാം. ഇനി നമുക്ക് ഇഗ്നിഷൻ കോയിൽ സെറ്റ് ചെയ്യാം. ഇഗ്നിഷൻ കോയിൽ അയച്ചെടുക്കണ മാതിരിയല്ല നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ വിസിറ്റിംഗ് കാർഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് ലെവലാക്കിയിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ. ഈ റോപ്പ് വലിക്കുമ്പോൾ ചെറിയ തടസ്സങ്ങളൊന്നും വരാത്ത രീതിയിൽ കറക്റ്റ് ചെയ്തിട്ട് വേണം സെറ്റ് ചെയ്യാൻ. വിസിറ്റിംഗ് കാർഡിൻ്റെ ആ ഗ്യാപ്പ്, ആ ചെറിയ മില്ലി ഗ്യാപ്പ് നമുക്കത് കറക്റ്റായിരിക്കും. ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി വിസിറ്റിംഗ് കാർഡ് പതുക്കെ വലിച്ചൂരെടുക്കാം. എന്നിട്ട് റോപ്പ് വലിച്ച് നോക്കാം തടസ്സങ്ങൾ വരുന്നുണ്ടോയെന്ന്. അതിനുശേഷം നമുക്ക് ഈ ഇഗ്നിഷൻ കോയിലിൽ നിന്നും സ്വിച്ചിലേക്കുള്ള കണക്ഷൻ കൊടുക്കാം. ഇതിലുള്ള കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമുക്കിത് പ്ലഗ് കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒറ്റ വലിക്കാൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.